CMRL എക്സാലോജിക് ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരമാണെന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ അന്വേഷണം പിണറായി വിജയനിലേക്കും. ഒന്നാം പിണറായി സർക്കാർ CMRLന് വഴിവിട്ട സഹായങ്ങൾ നൽകിയോ എന്ന അന്വേഷണത്തിന് പുറമേ തന്നെ പിണറായി വിജയനും CMRLും തമ്മിലെ ബന്ധങ്ങളിലേക്കുമാണ് ഇഡിയുടെ അന്വേഷണം ഇനി നീളാൻ പോകുന്നത്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ കൂടുതൽ പേർക്ക് സമൻസ് അയക്കാനും ഇഡി നീക്കം. CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുൻപാണ് CMRLന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് വീണ ടിക്ക് ലോൺ ലഭിക്കുന്നത് 50 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയായതിന് പിന്നാലെ തന്നെ പുതിയ കരാർ എക്സാലോജിക്കിന് ലഭിക്കുന്നു. ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ ഏതെങ്കിലും നിലയിൽ പിണറായി വിജയൻ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്ന ആദ്യത്തെ കാര്യം. മുഖ്യമന്ത്രി എന്ന നിലയിൽ കമ്പനിക്ക് വേണ്ടി ഏതെങ്കിലും നിലയിൽ വഴിവിട്ട സഹായങ്ങൾ ഒന്നാം പിണറായി സർക്കാരോ പിണറായി വിജയനോ ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഇഡി. അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നതിൻ്റെ തെളിവുകൾ ലഭിക്കുകയാണ് എങ്കിൽ പിണറായി വിജയനെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. ഇപ്പോഴത്തെ നിലയിൽ ഏതെങ്കിലും നിലയിലുള്ള തെളിവ് പിണറായി വിജയനെതിരെ ഇഡിക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ആദ്യം പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ വലിയ പ്രതിഷേധം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വീണയെ മാത്രം ചോദ്യം ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ പ്രതിഷേധമോ പ്രതിരോധമോ CPM നടത്തിയതുമില്ല. എന്നാൽ ഇപ്പോൾ പിണറായി വിജയനിലേക്ക് അന്വേഷണം നീളുമ്പോൾ CPM പ്രതിഷേധവുമായി തെരുവിലിറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.